The world in arms is not only spending the money alone, but also the sweat of the laborers, the genius of the scientists, and the hopes of the children. The war has a catastrophic effect on the health and well-being of the nations. The conflict situations cause more mortality and disability than any major disease. The world was free from the violence caused by war only for a very short period of time. It has been estimated that 187 million people died as a result of war from 1900 to the present. Here we can see some of the conflicts that have impacted the lives of people. First World War 1914 to 1918, Russian Civil War 1917 to 1922, Second World War 1939 to 1945, Vietnam War 1954 to 1975, Indonesian Confrontation 1963 to 1966, The Troubles 1968 to 1998, Gulf War 1990 to 1991, Bosnian War 1992 to 1995, Afghanistan War 2001 to 2014, Iraq War 2003 to 2011, Syria conflict 2011 to the present. Each of these conflicts is described with a set of dates which implies a defined beginning and end. But the causes and consequences of individual wars or conflicts extend far beyond these narrow ranges. Peace is the way out of inequity and violence and a golden ticket to enter a new, brighter future for humankind. All of us are important in this epic endeavor, and the future generations need every hand they can get to receive a more equal, peaceful, and beautiful world. നമസ്കാരം. രണ്ടാം ലോകമഹായുദ്ധം നടന്നത് അവസാന യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് 70 ആണ്ടുകൾ കഴിഞ്ഞിട്ടും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമാധാനം ഉടലെടുക്കുന്നത് മനുഷ്യരുടെ ആത്മാവിലാണെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവില്ലാതെ ലോകത്ത് സമാധാനം ഉണ്ടാവുകയില്ല. നന്ദി. പട്ടാമ്പി മൗണ്ട് ഹിറ ഇംഗ്ലീഷ് സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ. ആഗസ്റ്റ് 6-9 ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച കറുത്ത ദിനങ്ങൾ. നിരാലംബരായ, നിഷ്കളങ്കരായ, നിരപരാധികളായ മനുഷ്യരുടെ മേൽ ആറ്റം ബോംബ് വർഷിച്ച ക്രൂരമായ ദിവസങ്ങൾ. ആ ദിവസങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നാം ആചരിക്കുന്നത് യുദ്ധവിരുദ്ധ ദിനമായാണ്, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ദിനങ്ങളായിട്ടാണ്. ഇനി ഒരിക്കലും ഭൂമിയിൽ ഒരിടത്തും ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ, സ്ത്രീകളുടെ, പാവപ്പെട്ട മനുഷ്യരുടെ തലയ്ക്ക് മുകളിൽ ആറ്റം ബോംബ് വീണ് അവർ ചിന്നിച്ചിതറാൻ പാടില്ല. ഇന്നും ലോകത്ത് ചെറിയ തോതിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം ആയുധക്കച്ചവടക്കാർ ഉള്ളിടത്തോളം അത്തരം യുദ്ധങ്ങളൊക്കെ കുറേശ്ശെ നടക്കും. ഏതൊരു യുദ്ധത്തിൻ്റെയും അടിസ്ഥാനം ചില വ്യക്തികളാണ്. ഏതെങ്കിലും വ്യക്തികളുടെ മനസ്സിലുള്ള വിദ്വേഷം, ശത്രുത, വെറുപ്പ്, ഇതൊക്കെയാണ് യുദ്ധങ്ങളുടെ കാരണം. അത് ലോക നേതാക്കളോ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളോ ആവുമ്പോൾ അത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാറുന്നു. അപ്പോൾ നാം യുദ്ധവിരുദ്ധ ദിനത്തിൽ പ്രധാനമായി ചിന്തിക്കേണ്ടത് മനുഷ്യൻ മറ്റു മനുഷ്യരെ സ്നേഹിക്കാനാണ്. മറ്റു മനുഷ്യരോട് അത് ജാതിയുടെ പേരിലാവാം, മതത്തിൻ്റെ പേരിലാവാം, ഭാഷയുടെ പേരിലാവാം, ലിംഗവിവേചനത്തിൻ്റെ പേരിലാവാം, മറ്റുള്ളവരോട് വെറുപ്പ്, വിദ്വേഷമൊക്കെ ഏതൊരു തരത്തിലുള്ള യുദ്ധങ്ങളുടെ അടിസ്ഥാനമാണ്.
പലതരം യുദ്ധമുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള യുദ്ധമുണ്ട്, രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള യുദ്ധമുണ്ട്. അതങ്ങനെ വലുതായി വലുതായി രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മാറും. അപ്പം അത്തരത്തിൽ യുദ്ധവിരുദ്ധമായവൻ നാം കുട്ടികൾ ചെറുപ്പത്തിലെ സമാധാനകാംക്ഷികളായി വളരേണ്ടതുണ്ട്. നമുക്ക് മറ്റു മനുഷ്യരോടുള്ള വെറുപ്പ് ഇല്ലാതായി, അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെപ്പോലുള്ള മനുഷ്യരായി കാണാൻ കഴിയേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ വിരലിൽ കൈകളിൽ 5 വിരലുകളുണ്ട്. ഇത് 5ഉം 5 വലിപ്പത്തിലാണ്. ഇതൊക്കെ ഒരേപോലെ ആയാൽ എങ്ങനെ ഉണ്ടാവും? അത് ഭംഗിയല്ല, കൂടുതൽ അസൗകര്യമാണ് ഉണ്ടാവുക. ഇതുപോലെ ലോകത്ത് വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളുണ്ട്. വ്യത്യസ്തമായ ആശയങ്ങളും ചിന്തകളും ധാരകളുമുണ്ട്. അതെല്ലാം ആ വ്യത്യസ്തമായി നിൽക്കുന്നതാണ് ഭൂമിയുടെ, പ്രകൃതിയുടെ സന്തോഷം, ആഹ്ലാദം, സൗന്ദര്യം എല്ലാം. അതെല്ലാം ഒന്നാക്കേണ്ടത് തീർത്തും ആവശ്യമില്ലാത്ത കാര്യമാണ്. അതൊന്നാകാൻ പാടില്ല, ഒന്നാകാൻ കഴിയുകയുമില്ല. അപ്പം അത്തരം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനാണ് കുട്ടികളായ നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിൻ്റെ സന്ദേശം പ്രസരിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഭാവിയിൽ യുദ്ധമില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടി സ്വപ്നം കാണാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Hi all, I'm Femina from 10th standard and I'm here to present the story of a famous girl, Sadako Sasaki. The story of Sadako Sasaki, a young girl who lives through the bombing of Hiroshima and eventually died from leukemia, is just one of many stories from Hiroshima on August 6, 1945. Yet, Sadako's story resonates with many people today. Sadako was just 2 years old on August 6, 1945 when pilot Paul Tibbett of the United States Air Force flew his B-29 former aeroplane over the city of Hiroshima, Japan. It was a sunny day. She and her family was having breakfast. There was something pretty and sparkling and shining in the sky. Hiroshima was a calm and peaceful place before bombing, but on August 6, 1944 changed everything. For first time in history, United States Air Forces deposited an atomic bomb over Hiroshima. Sadako and her family lived a little over 1 mile from the bomb's hypocenter. A blinding white light flashed through the city and huge boom sound was heard. Immediately fires broke out all over the city and radioactive black rain began to fall. The explosion wiped out 19% of the city and immediately killed up to 18,000 people. It left deep scars even among healthy people. They were feared about developing of serious diseases. Radiation exposed from the Hiroshima automatically killed 10,000 people and the cases of leukemia peaked in the early mid-18th century. Sadako was one of them who got leukemia. She grew up without any big problems until the 6th grade of elementary school. She was quite energetic and healthy child, but when she was in 6th grade, she was diagnosed with leukemia and her condition got worse day by day. Sadako was soon hospitalized. She began folding paper cranes inspired by the Japanese legends that folding thousands of them would make a wish come true. Her wish was getting well and going home. Sadako found every scrap of paper and folded cranes. Sadako achieved making 1,000 paper cranes in August, but she didn't get well. She was wondering why her dream didn't come true, but she believed firmly and kept folding cranes attentively. This part of the Sadako story has been told over the world, but after the story was fake. They changed the story that in 1977, Sadako was able to fold only 644 cranes, and the rest her friends and classmates finished for her.
But in reality, she folded 1,000 paper cranes, but her condition never improved. She died saying that I want to be cured, I want to go home, and I want to be with my family. Sue DeSico, who is a writer, asked Sadako's brother to collaborate to publish Sadako's real-life story for international audience. Together, they published the complete story of Sadako Sasaki to give children across the world the message of hope even in desperate times. Sadako's classmates decided to collect donation money to build a monument for Sadako. This developed into a bigger campaign and the Children's Peace Monument was built. The Children's Peace Monument was erected and Sadako became well known. Sadako was born with a special mission. Sadako taught us a deep compassion which can lead to peace. She inspires us to connect with others, recognize their needs, and act accordingly regardless of our personal circumstance. Thank you for giving patience for my presentation and have a nice day.